ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. മാധ്യമ റിപ്പോർട്ട് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇവിടെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞാനൊരു കുഴപ്പവും ചെയ്തിട്ടില്ല, ഞാൻ രാജിവെക്കില്ല എന്നാണ്. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. ഇപ്പൊ മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട്, CPM അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാജി. ഞങ്ങളുടെ ചോദ്യം, അന്ന് സജി ചെറിയാൻ രാജിവെക്കാൻ ഇടയായ സാഹചര്യത്തിന് ഇപ്പോൾ എന്തു മാറ്റമുണ്ടായി എന്നാണ്. സജി ചെറിയാന്റെ ഭരണഘടനയെ അധിക്ഷേപിച്ച പ്രസംഗത്തെ സംബന്ധിച്ചൊരു കേസ് നിലവിലുണ്ട്. ആ കേസ് ഇപ്പോഴും കോടതിയുടെ മുമ്പിലാണ്. വീണ്ടും ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു കേസ് നിലനിൽക്കുന്നു. ആ ഹൈക്കോടതിയോ മജിസ്ട്രേറ്റ് കോടതിയിലോ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനി നടത്തി സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല. ഇവിടെ പോലീസ് അന്വേഷിച്ചു. പോലീസ് അന്വേഷിച്ചത് പോലീസ് ആരാ? മുഖ്യമന്ത്രി തന്നെ. മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിലെ പോലീസ് അന്വേഷിച്ചൊരു റിപ്പോർട്ട് കൊടുത്തു. കുറ്റമൊന്നും ചെയ്തിട്ടില്ല. ഈ പോലീസ് സാക്ഷി മൊഴികൾ പോലും രേഖപ്പെടുത്തിയിട്ടില്ല. 39 പേര് മൊഴിയെടുത്തിട്ട് സാക്ഷി മൊഴികൾ പോലും രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം എല്ലാ പ്രധാനപ്പെട്ട സാക്ഷികളും ഇദ്ദേഹം ഭരണഘടനാ വിരുദ്ധമായ, ഭരണഘടനയെ അധിക്ഷേപിച്ച പ്രസംഗം നടത്തിയെന്നാണ് മൊഴി കൊടുത്തിട്ടുള്ളത്. ആ മൊഴികൾ അടയാളപ്പെടുത്തിയിട്ടില്ല, എഴുതപ്പെട്ടിട്ടില്ല, രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. 2, ഇദ്ദേഹത്തിന്റെ പ്രസംഗം പരാതിക്കാര് തന്നെ ആ പ്രസംഗത്തിന്റെ കോപ്പി അവിടെ കൊടുത്തിരുന്നു. അതിന്റെ ഓഡിയോ കോപ്പി കൊടുത്തിരുന്നു, വീഡിയോ കൊടുത്തിരുന്നു, കോപ്പി കൊടുത്തിരുന്നു, രണ്ടും കൊടുത്തിരുന്നു.